നാട് മുഴുവൻ ചുട്ടുപൊള്ളുമ്പോഴും ഈ ബംഗ്ലാവിൽ നല്ല തണുപ്പാണ്. കേരളത്തിൽ ചിലപ്പോൾ അത്യപൂർവമായിരിക്കും ഇങ്ങനൊരു ബംഗ്ലാവ്. ആനയ്ക്കൊക്കെ എന്തോ പൂർവ്വ വൈരാഗ്യം ഉള്ളതുപോലെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. നോക്കി, മൊത്തം കുത്തി പൊളിച്ച്. തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളിക്കടുത്താണ് ഇത്രയും വ്യത്യസ്തമായൊരു ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബംഗ്ലാവിൻ്റെ എല്ലാ രഹസ്യങ്ങൾക്കും പിന്നിലുള്ളൊരു ഹോളാണിത്. ഇതിൻ്റെ ഉള്ളിൽ പണിക്ക് വന്നപ്പോൾ എന്താ കണ്ടായിരുന്നു? പുലിയുണ്ട്. പുലി ഇവിടെ? ഊണ്, ബിരിയാണി, പൊറോട്ട, കോഴി ഫ്രൈ, ബീഫ് ഫ്രൈ, പോർക്ക്, താറാവ്, ആട്, മുയൽ, മീൻ പൊള്ളിച്ചത്, മീൻ കറി, മീൻ വറ്റിച്ചത്, ചെമ്മീൻ, കൊഴുവ, മീൻ ഫ്രൈ. അപ്പോൾ വാസുവേട്ടൻ്റെ കടയിലാണ് നമ്മളുള്ളത്. ഉച്ചയായതുകൊണ്ട് ഇതേ നേരെ ഊണ് കഴിക്കാനായിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടെ കയറി. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് പോട്ടയിലേക്ക് പോകുന്ന റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അതായത് എലഞ്ഞിപ്ര എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഈ ഹോട്ടലുള്ളത്. ആതിരപ്പള്ളിയിലേക്ക് പോകുന്നവർക്ക് സാമാന്യം തരക്കേടില്ലാത്ത ഒരു ഊണ് കഴിക്കാൻ പറ്റുന്ന ഹോട്ടലാണ് വാസുവേട്ടൻ്റെ കട. ഊണിൻ്റെ കൂടെ നല്ല അങ്കമാലി മാങ്ങാക്കറി, അതാണ് കോമ്പിനേഷൻ കേട്ടോ. ഇപ്പോൾ തിരുവനന്തപുരം സൈഡിലേക്ക് പുളിശ്ശേരിയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്കമാലിയിലോട്ടൊക്കെ വരുമ്പം അങ്കമാലി മാങ്ങാക്കറി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ദേ താറാവ് കറിയുണ്ട്, അതുപോലെ ദേ പോർക്കുണ്ട്, പിന്നെ നമ്മളൊരു ബീഫും പറഞ്ഞിട്ടുണ്ട്. നല്ല ചെമ്മീൻ ചമ്മന്തി, തോരൻ, ഉപ്പേരി എല്ലാം കൂടെ കൂട്ടി നമുക്ക് കുഴപ്പമില്ലാത്ത നല്ലൊരു ഊണ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. സോ ദേ നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് വാഴച്ചാൽ റൂട്ടിലാണ് കേട്ടോ. അവിടെ നിന്ന് ആണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമല്ലോ, ഇത് നമ്മൾ പോകുന്ന വഴിക്ക്, വാൾപ്പാറ പോകുന്ന വഴിക്ക് കാണുന്ന ലാസ്റ്റ് ഒരു ജംഗ്ഷനാണ് പുളിയിലപ്പാറ ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ എടുത്തിട്ടാണ് ദേ നമ്മൾ പെരിങ്ങൽകുത്തിലേക്ക് പോകുന്നത്. കുറേ പേർക്കൊക്കെ ഈ ഡാമും IB ഒക്കെ അറിയാമായിരിക്കും. പക്ഷേ ഞാൻ കുറേ കാലം കൊണ്ട് ട്രൈ ചെയ്തിട്ട് എനിക്കിപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത് മെയിൻ IBയിൽ താമസിക്കാനായിട്ട്. അത്രയും പ്രത്യേകത ഉള്ളൊരു IB ആണത്. ഡാമിലേക്ക് തിരിയുന്ന ഈ റോഡില്ലേ, ഇവിടെ തന്നെ നമുക്ക് ഒരു സെക്യൂരിറ്റി റൂമുണ്ട്. അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കണം, നമ്മൾ ഇവിടെയാണോ താമസിക്കാൻ പോകുന്നതെന്നുള്ളത്. നേരത്തെ പെർമിഷനൊക്കെ എടുത്ത് ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് അവർ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച ആ സ്ഥലത്ത് ഇതേ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇന്ന് ഇവിടെ നമ്മൾ താമസിക്കാൻ പോവാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു പാലസ് പോലെയാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ IB ആണ്, പെരിങ്ങൽകുത്ത് IB എന്നാണ് ഇതിനെ പറയുന്നത്. വേറെ എവിടെയും ഞാൻ ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ കണ്ടിട്ടില്ല. ഇതേ മുറ്റം തന്നെ അടിപൊളിയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കിട്ടും, ഡാമിൻ്റെ വ്യൂ ഒക്കെ കിട്ടും. പുറകുന്നുള്ള വ്യൂ ആണ്. പുറകിൽ കുറേ മലകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒത്ത ഒരു മലയുടെ മുകളിലാണ് ഈ IB സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന്. IBയുടെ ഒരു വലിപ്പം നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് കേട്ടോ. ആകെ 1-2 റൂമുകളൊക്കെ ഉള്ളൂ, പക്ഷേ എല്ലാ റൂമും വളരെ വലുതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നീളത്തിനുള്ളൊരു വരാന്ത, ഇത് തന്നെ ഭയങ്കര രസമുണ്ട്. ഇവിടെ നമുക്ക് വൈകുന്നേരം രാവിലെയൊക്കെ ഇരിക്കാൻ, അല്ലെങ്കിൽ വലിയൊരു ടീമൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് ഗെയിം സെക്ഷനൊക്കെ നടത്താൻ പറ്റിയൊരു ഏരിയ ആണിത്. ഇനി ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഞാൻ ദേ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഹോള് കണ്ടോ, ഇതാണ് ഇവിടുത്തെ എനിക്കും പിടികിട്ടാത്തൊരു സാധനം. പക്ഷേ ഈ ഹോളാണ് ഈ ബംഗ്ലാവിൻ്റെ ഐഡൻറ്റിറ്റി. അതായത് ഈ ബംഗ്ലാവിൻ്റെ എല്ലാ രഹസ്യങ്ങൾക്കും പിന്നിലുള്ളൊരു ഹോളാണിത്. ഇനി മുന്നിലേക്ക് വരുമ്പോൾ ദേ വലിയ ഒരു വാതിൽ തന്നെ ഇവിടെ ഉണ്ട്. ഫ്രണ്ടിൽ നിറയെ ചപ്പൽ ബോക്സാണ് കേട്ടോ, ചെരുപ്പുകൾ ഇടാനുള്ള ബോക്സാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ അടുത്ത രഹസ്യം. അതായത് വുഡൻ ഫ്ലോർ ആണെങ്കിൽ പോലും കുറച്ച് ഹൈറ്റിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ അകം പൊള്ളയാണ്. അതുകൊണ്ടാണ് നമുക്ക് ചവിട്ടുമ്പോൾ ഇത്രയും സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. അതായത് ഇത് തറ ലെവലിൽ നിന്നും കുറച്ച് ഹൈറ്റിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗം പൊള്ളയാണ്. അവിടെ നിന്നുള്ള പൈപ്പുകളാണ് നമ്മൾ ആ പുറത്ത് കണ്ടത്, അതായത് ആ ഹോൾസ് കണ്ടത്. ആക്ച്വലി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ചൂട് കാലത്ത് ഇതിനകത്ത് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ പുറത്ത് നല്ല ചൂടാണ്, ഹെവി ചൂടാണ്. പക്ഷേ ഇതിനകത്ത് കയറുമ്പോൾ ഉണ്ടല്ലോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പാണ്. അതായത് പുറത്തെ ചൂട് നമുക്ക് അഫക്റ്റ് ചെയ്യത്തേ ഇല്ല. അതാണ് ഈ ബംഗ്ലാവിനെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കേട്ടോ. വരുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പോയിക്കോളാം, അല്ലെങ്കിൽ പുള്ളിക്ക് ഇനി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇനി എത്തിപ്പെടണമെങ്കിൽ.
അതെന്തായാലും പൊളിയല്ലോ. നമ്മൾ പുറത്ത് കാണുന്നതൊക്കെ അല്ല, പുറത്ത് ചെറിയ ചൂടൊക്കെ ഉണ്ട്, പക്ഷെ അകത്ത് കയറി കൊണ്ടിട്ട് നല്ല തണുപ്പ്. എന്തായാലും ഭയങ്കര, എനിക്ക് ഇതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. വുഡൻ ഫ്ലോർ അടിപൊളി. ഓ, നമ്മൾ ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞത് ഭയങ്കര ഹൈറ്റാണ്. ഇത് തന്നെ ശരിക്കും നമുക്കൊരു ഹോം ടൂർ നടത്താനുള്ള സ്പേസ് ഉണ്ട്. ആകെ 2-3 റൂമുകളൊക്കെ ഉള്ളൂ, പക്ഷെ ഓരോ റൂമിൻ്റെ വലിപ്പം കണ്ടോ. നമ്മളവിടുത്തെ ചുരുങ്ങി 3 ഹോളിൻ്റെ വലിപ്പമെങ്കിലുണ്ട് ഈ ഒരു ഹോളിന്. അത് കണക്കിന് ബെഡ്റൂം. യെസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ ടീമിലുള്ള കുറേ പേരെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇത് പഴയ ടീമിൽ നമ്മൾ അമ്പലപ്പാറ IB പോയപ്പോൾ ഉള്ള ടീമാണ്. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പേര് പറഞ്ഞേ. വിജിൻ, ബാബു, വിജു, ഓക്കെ, സംജു, യെസ്, ഓക്കെ. ഇതാണ് നമ്മുടെ ജോൺസൺ ചേട്ടൻ. അതായത് ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ ആഹാരം പാചകം ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ്. ആദ്യം ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് ഈ ബംഗ്ലാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പേര് ജോൺസൺ, പിള്ളപ്പാറയാണ് ദേശം. IBയിൽ പറയാനായിട്ട് 11 വർഷത്തെ പരിചയമുണ്ട്. ഈ IB നിർമ്മാണം ഒരു 30-32 കാലഘട്ടം, 1930-32 കാലഘട്ടമായിരിക്കണം. ഒരു കനേഡിയൻ സായിപ്പാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ നിർമ്മാണ രീതി എന്ന് പറയുമ്പോൾ കരിങ്കല്ലും മണ്ണുമാണ് ഇത് ഉപയോഗിക്കുന്ന ഉള്ളിൽ. അത് കരിങ്കല്ല് ചുവര് 2 അടി വീതിയിൽ കെട്ടിവെക്കുന്നു. അന്ന് കാലത്ത് ഇവിടെ മൃഗങ്ങളുടെ ശല്യങ്ങളോ കൂടുതലുള്ളത് കൊണ്ടും കരിങ്കല്ല് ആണ് ഇവിടെ സേഫ്റ്റി ആയിരുന്നു. പിന്നെ മറ്റു ഇഷ്ടിക സാധനങ്ങൾ പുറമേ നിന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കോസ്റ്റാണല്ലോ. കരിങ്കല്ല് ഇവിടെ തന്നെ പൊട്ടിച്ചെടുക്കാനുണ്ടായിരുന്നു. പൊതുവേ ഈ സായിപ്പന്മാർ ബിൽഡിങ് പണിയുമ്പോൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കും അവർ സ്ഥലം കണ്ടെത്തുക. അത് കാറ്റോട്ടം ശരിക്കും കിട്ടാനും ചൂട് താഴ്വാരത്തെ അപേക്ഷിച്ച് കുന്നിൻ്റെ മുകളിൽ കുറവായിരിക്കും. ഇതിൻ്റെ ബേസ്മെൻറ്റിനകത്ത് ഫില്ല് ചെയ്തിട്ടില്ല, മണ്ണ് ഫില്ല് ചെയ്തിട്ടില്ല. മുകളിൽ വുഡൻ, തേക്കിൻ്റെ വുഡൻ പലക ആയതുകൊണ്ട് 4 സൈഡിൽ നിന്നും ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ, ഈ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ കൂടെ എയർ പാസ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് വളരെ ഹൈറ്റിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുമ്പോൾ ഒരു തണവ്, നമുക്ക് ഒരു AC-യുടെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പണി നടന്നിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലുള്ളതാണല്ലോ അങ്ങനെ, അവരത് ഇവിടെ വർക്ക് ചെയ്തേക്കുന്നു. പിന്നെ ഇവിടെ വരുന്നത് എൻ്റെ ഫുഡിനെ പറ്റി പറയുന്നത്, ഒരുവിധം ആളുകളെല്ലാം മീൻ കറി സ്പെഷ്യലാണ് കേട്ടോ, ജോൺസേട്ടൻ സ്പെഷ്യലാണെന്ന് പറയാറുണ്ട്. ഓ, വല്ലാത്തൊരു കൺസ്ട്രക്ഷൻ തന്നെയല്ലേ. നമ്മളൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും ചിലപ്പോൾ പലരും ഇത് കേൾക്കുന്നത്. ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാമോ, നമ്മളിലൊക്കെ പലരും കോടികളൊക്കെ ചിലവാക്കി വലിയ മാളികകളൊക്കെ പണിയാറുണ്ടല്ലേ. പക്ഷെ വേനൽക്കാലം ആയാലും AC ഇടാതെ 1 മിനിറ്റ് പോലും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇറങ്ങി ഓടുമല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിൽ സ്റ്റേഷനിൽ പോയി 2 ദിവസം താമസിക്കും. പക്ഷേ ഇവിടെ നോക്കിയേ, ആർഭാടങ്ങൾക്കും അപ്പുറം അവർ സൗകര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഏത് കാലാവസ്ഥയിലും മനുഷ്യന് സുഖമായിട്ട് ജീവിക്കാനുള്ള രീതിക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്നോളജിക്കാണ് അവർ മുൻഗണന കൊടുത്തിരുന്നതെന്നുള്ളതാണ്. മെയിൻ ബംഗ്ലാവിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇനി ദേ നമ്മൾ പോകുന്നത്, ഈ കാണുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ അനക്സ് ആണ്. അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന ബംഗ്ലാവിൽ എപ്പോൾ വന്നാലും കിട്ടണമെന്നില്ല കേട്ടോ. ആക്ച്വലി ഞാനൊക്കെ 2-3 തവണ ബുക്ക് ചെയ്തിട്ട് അതൊക്കെ ക്യാൻസലായിപ്പോയി. കാരണം VVIPകൾക്കും VIP-കൾക്കും വേണ്ടിയിട്ടുള്ള ബംഗ്ലാവാണത്. ഇന്നിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. മന്ത്രിമാരും അതുപോലെ തന്നെ ഉന്നത രാഷ്ട്രീയ നേതാക്കളും വലിയ വലിയ ഓഫീസേഴ്സും ഒക്കെ വന്ന് താമസിക്കുന്ന ബംഗ്ലാവാണത്. സാധാരണക്കാരന് ഇപ്പോൾ EB ബോർഡിലൊക്കെ ഉള്ളവർ കൂടുതലും താമസിക്കുന്നത് ഈ അനക്സിലാണ്. ഓ, നല്ല വലിയ റൂമാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ? ഓ, താക്കോല് വന്നിട്ടില്ല കേട്ടോ. ഇതൊരു റൂം, 2 ഇപ്പുറത്ത് റൂമുണ്ട്. ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ പണിക്ക് വന്നപ്പോൾ എന്താ കണ്ടായിരുന്നു? പുലിയുണ്ട്. പുലി ഇവിടെ? എങ്ങനെയായിരുന്നു ആ അനുഭവം? അത് കാലത്ത് 10 മണിക്ക് ക്വാർട്ടേഴ്സിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുരങ്ങന്മാരെല്ലാവരും കൂടി ഉണ്ടാക്കണ കണ്ടപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ സത്യം ചേട്ടൻ എന്ന് പറഞ്ഞ ബോർഡിൽ വണ്ടി ഓടിക്കുന്നത് ചേട്ടനുണ്ട്. ചേട്ടൻ നോക്കുമ്പോൾ ഒരു കുരങ്ങനെ പിടിച്ച് പുള്ളി ഇരിക്കുകയാണ്. കുരങ്ങനെ പിടിച്ച് അടിക്കാനായിട്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അനുഭവം ഉണ്ട്. പിന്നെ പല പല ആൾക്കാരും ഇവിടെ കാട് വെട്ടാനൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ കാണാം. ഇഷ്ടംപോലെ ഉണ്ട്, പുലിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പുലി ഇഷ്ടംപോലെ ഉള്ള ഒരു ഏരിയയാണിത്. ഈ ഡാമിന്റെ വർക്ക് നടക്കുന്ന സമയത്ത്, ഇടുക്കി ഡാമിന്റെ എൻ്റെ വല്യപ്പായൊക്കെ അന്നത്തെ കാലത്ത് അവിടെ പണിക്ക് പോയ കഥ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ചെന്നേണ്ടി രാത്രി കൊടും തണുപ്പാ.
പണി കഴിഞ്ഞിട്ട് അവർ ഈ പഞ്ചസാര ചാക്കുണ്ട്, ഈ ചാക്ക് കാലേക്കൂടെ കയറ്റി 2 ചാക്ക്, ഒരു ചാക്ക് തലേക്കൂടെ ഒരു ചാക്ക് കാലേക്കൂടെ കയറ്റി ആ തണുപ്പിനെ അതിജീവിച്ച് അവരവിടെ കിടക്കുക. ഓ ശരിയാണ്. അതായത് പണ്ട് ഈ സ്വെറ്ററും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് പഞ്ചസാര ചാക്കാണ് അവർ ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ പണിയുമ്പോൾ അതുപോലെ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ ഇവിടെ കാണും, തീർച്ചയായിട്ടും കാണും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു, അതാണ് ഞാൻ പങ്കുവച്ചത്. ഇത് ഇവിടെ ഡാം പണിതപ്പോൾ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ട് നമുക്കറിയാമല്ലോ, ഇതുപോലെ വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ മരിച്ചു പോകും. കാരണം അന്ന് വലിയ സേഫ്റ്റി മെഷേഴ്സൊന്നുമില്ല. മരിച്ചവരെ ആ കുഴിക്കകത്തിട്ട് തന്നെ മൂടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ കൂടുതലും അങ്ങനെയായിരുന്നു. അപ്പോൾ അന്നത്തെ ഈ പ്രോജക്റ്റിൻ്റെ സമയത്ത് മരിച്ചുപോയവരുടെ പേരാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ ഈ പഴയ ആൾക്കാരെയും പഴയ കടകളും ഒക്കെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നത്. അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് നല്ല ഒരു ജീവിത രീതിയും നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായതെന്നുള്ളത് എക്കാലവും നമ്മൾ ഓർക്കണം. ഡാജി നിങ്ങളെ കമൻട്രി പൊളിച്ചു എന്ന് പലരും പറയാൻ പറഞ്ഞു കേട്ടോ. ചേട്ടാ വണ്ടി കയറ്റി നിർത്ത്, ചേട്ടാ വണ്ടി ഇടത്തോട്ട് പോട്ട് കേട്ടോ. ഒരുപാട് ഫാൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയോ? എന്താണ് സുഖമായിട്ടിരിക്കുന്നത്? ഇന്ന് ഇവിടെ ഉണ്ടോ നമ്മളോടൊപ്പം? ഇന്ന് ഉണ്ടാവില്ല. ഇല്ലേ? എവിടെ പോണ? ചാലക്കുടി. ചാലക്കുടിയില്ല ഇന്ന് ആണോ? ശരി ഓക്കെ. നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാം കേട്ടോ. ഓ എന്നാ ആന പൊളിച്ചിട്ടേക്കുന്ന കോട്ടേജ് ഫുള്ളായിട്ട് തകർത്തിട്ടാണ്. ഇത് ജസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താഴോട്ടിറങ്ങുമ്പോൾ കാണുന്ന ഫസ്റ്റ് ഇവിടുത്തെ ആന ഇങ്ങനെ ചവിട്ടി പൊട്ടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഫുള്ള് ആന പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടേക്ക് ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുണ്ട് മുകളിലേക്ക് ആന കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് മിക്കവാറും തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ മൊത്തം തട്ടി പൊട്ടിച്ചിട്ടിരിക്കുക. അതെ, അതിൻ്റെ അപ്പുറത്തും കണ്ടോ, അവിടെയും ഒരു കെട്ടിടമുണ്ട്, അതും കംപ്ലീറ്റ് ചവിട്ടി പൊട്ടിച്ചിട്ടിരിക്കുക. ഇതുവഴിയൊക്കെ ആയിരിക്കും കേട്ടോ രാത്രി ആകുമ്പോൾ കയറി വരുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്നതിൻ്റെ ചുറ്റും കണ്ടോ ഫെൻസ് തീർത്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആക്റ്റീവായിട്ടുള്ള, അതും ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. കുറേ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരും അതുപോലെ തന്നെ അല്ലാതെ ഇവിടെ പണിക്ക് വരുന്നവരൊക്കെ ഒരുപാട് പേര് ഇവിടെ താമസിക്കുന്നുണ്ട് പല കെട്ടിടങ്ങളിലായിട്ട്. അത് വേറൊരു സെക്ഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ നടന്നു പോയ സെക്ഷനിൽ എല്ലാ കെട്ടിടങ്ങളും പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ ഡാമിന് 2 സൈസ് ഷട്ടറാണ് നിലവിലുള്ളത്. അതായത് ഈ വെള്ളത്തിൻ്റെ മർദ്ദം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് വലിക്കുന്ന ഷട്ടറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഷട്ടർ താഴ്ത്തും. ഇതിൻ്റെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ടോപ്പിലോട്ട് ഉയർത്തുന്ന ഷട്ടറുണ്ട്. അങ്ങനെ താഴോട്ടും മുകളിലോട്ടും പോകുന്ന ഷട്ടറുണ്ട്. 2 ഷട്ടറുണ്ട്. ഓക്കെ. ഈ അതായത് ഓവർ പ്രഷർ ഇതിന് അനുഭവപ്പെടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താഴോട്ടുള്ള ഷട്ടർ ആദ്യം തന്നെ അവർ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ പ്രഷർ കുറയ്ക്കും. ഓക്കെ. വെള്ളം അമിതമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളിലെ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ആ വാട്ടർ ലെവൽ താഴ്ത്തും. അങ്ങനെയാണ് ഇത് നിലവിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ബാബുബായി ദേ ആ കാണുന്ന വഞ്ചിക്കാരനെ വിളിക്കുകയാണ് കേട്ടോ. കിട്ടിയാൽ നമുക്ക് ഊട്ടി. പുള്ളി ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാതെ ആയിരിക്കും വഞ്ചിയും കൊണ്ട് പോയത്. ഫോണുണ്ട്, വല കയറാറിനെ എടുക്കത്തില്ല. ഈ മനോഹരമായിട്ടുള്ള സായം സന്ധ്യയിൽ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ ആദ്യമായിട്ട് ലക്ഷ്മി നക്ഷത്രയുടെ നമ്മുടെ ലക്ഷ്മിയുടെ ഒരു പടം എടുക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടെ വരുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ അന്നിവിടെ നമ്മുടെ ഒരു ടൂറിസമൊക്കെ ഡെവലപ്പ് ചെയ്ത സമയമായിരുന്നു. ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവിടെ വെച്ച് ഇതേ ഒരു നല്ല കുറേ പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ആ ടീമിനെ മിസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ആ റെഡ് എഫ്എമ്മിൻ്റെ ടീമിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ കാടിൻ്റെ ശബ്ദ വീജികൾക്കൊക്കെ കാതോർത്ത് ഈ സൺസെറ്റും ആസ്വദിച്ച് ഫ്രണ്ടിലെ ആ ഡാമും ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. എവിടെന്നോ ഇങ്ങനെ തഴുകി നമ്മളെ കടന്നു പോകുന്നൊരു കാറ്റും ഉണ്ട്. ഇനി ഒരു സ്ഥലം കൂടെ കാണിക്കാനുണ്ടേ, പക്ഷെ അത് ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളിപ്പോൾ പോയാൽ ചിലപ്പോൾ പെടും. അതുകൊണ്ട് നമുക്ക് നാളെ രാവിലത്തേക്ക് കാണിക്കാം.
ചെറിയൊരു പണി കിട്ടി. സാധാരണ നമ്മൾ എല്ലാ യാത്രകളിലും ഇങ്ങനെ വലിയൊരു ബാച്ചൊക്കെ ആയിട്ട് വരുമ്പോൾ പറ്റുന്നതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ മറന്നുപോയി നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് താഴെ നമുക്ക് പുളിയിലമ്പാറയിൽ പോയി മേടിച്ചിട്ട് വരാം. പോകുന്ന വഴി കുറച്ച് റിസ്ക്കാണ്. ഇലക്ട്രിക് ഫെൻസാണ്. അതായത് ഇവിടെ വൈകുന്നേരം 6 മണിയാകുമ്പോൾ തന്നെ ഇവരെല്ലാം ഇലക്ട്രിക് ഫെൻസൊക്കെ ഇട്ട് ക്ലോസ് ചെയ്യും കേട്ടോ. കാരണം നല്ല ആനയുടെ സാന്നിധ്യമുള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മളടുത്ത് പ്രത്യേകം പറഞ്ഞു സൂക്ഷിച്ച് പോകണം, പിന്നെ പോകുമ്പോഴും വരുമ്പോഴും ഇലക്ട്രിക് ഫെൻസ് തിരിച്ച് ഇട്ടിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ പെർമിഷനൊക്കെ എടുത്തിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്ത് താഴെ പോയി സാധനം മേടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഉണ്ട് അപ്പുറത്ത്. ചാണകത്തിന് പുഴുവിനെ പിടിക്കാൻ വേണ്ടി അതെയോ? ഇതൊന്നും സംഭവിക്കൂല. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണല്ലേ ഇങ്ങനെ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നതല്ലേ. ഇത്രയും വെട്ടടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ വേറെ അങ്ങോട്ട് പോകാനാ കാണാൻ പറ്റുണ്ടാവില്ല. പോയാലോ? നോക്കണ ഓപ്പോസിറ്റ് വെക്കുന്നുള്ളത് ഓപ്പോസിറ്റ് ഒന്നുമില്ല. ആ ചാണകം മാറി തരല്ല. നീ ലെഫ്റ്റ് വെട്ടിച്ചടാ വരാം. മാറുന്നില്ല. അതും പേടിച്ചിരിക്കുകയാണ്. പോകാൻ പറ്റില്ല. നമ്മുടെ മാവേ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് തരാണ്. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മള് വന്നത് കാണൂലെന്നുള്ളൂ. ഇപ്പൊ ഇതിനൊരു പുലി പിടിക്കാറുണ്ട്. നല്ല രസമാണ്. ഞാൻ വൈറലാക്കിയാണ്. ഒന്ന് നിർത്തിക്കേ. ഞാൻ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ചിന്തിച്ചതേ ഉള്ളൂ കേട്ടോ, എന്തുകൊണ്ട് കണ്ടില്ല എന്ന്. പുളിയിലപ്പാറ വന്നാൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു അതിഥിയാണിത്. പുളിയിലപ്പാറയുടെ സ്വന്തം പ്ലാവ്. കാട്ടിലെ ചെടികളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന എവനിപ്പോൾ കഴിക്കുന്നതെന്ന് പറയുന്നത് പഴംപൊരി, പൊറോട്ട, ചിപ്സ്. നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടെ വിചാരിച്ചപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. എന്തായാലും അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നും പറഞ്ഞ് ആരും ഇതിനെ പിടിക്കാനോ തൊടാനോ ഒന്നും പോകരുത് കേട്ടോ. നമുക്കറിയാമല്ലോ ഇതിൻ്റെ കൊമ്പിലൊക്കെ തൊട്ട് ഒരുപാട് പേരൊക്കെ സെൽഫി എടുക്കുന്നുണ്ട്. അതൊക്കെ എടുക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ഫോറസ്റ്റിൻ്റെ പിടി വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പതുക്കെ തിരിച്ചു പോട്ടെ. തിരിച്ചു വരുന്ന വഴി നമ്മൾ ഒന്നിനെ കണ്ടില്ല കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ രണ്ടൊന്നും മ്ലാവിനെ കണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കണ്ടില്ല. അതാണ് പിന്നെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ ഇനി നൈസായിട്ട് നമുക്ക് ഫുഡൊക്കെ അടിച്ച് കിടന്നാലോ. ഇതാണ് റൂമിൻ്റെ കാറ്റഗറി. അതായത് ഇവിടെ വരുന്ന ആരൊക്കെയാണെന്ന് കണ്ടല്ലോ, ഓരോ കാറ്റഗറി വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ റേറ്റ്, GST എല്ലാം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ താമസിക്കാൻ പറ്റിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പറ്റിയതും. യെസ്, അപ്പോൾ രാവിലത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. ഇനിയപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുന്നത്, ആനയാണെങ്കിൽ പോലും ഇമാതിരി പോക്കൃത്തരം കാണിക്കരുത്. ഈവൻ കുറച്ചൊക്കെ ഒരു മനുഷ്യത്വം കാണിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ആനക്കല്ലി, ആന പക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. വർഷങ്ങളോളം നിൽക്കും ആനയുടെ പക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ കാണാൻ പോവുകയാണ്. അതായത് ഇത് പണ്ടത്തെ ഒരു ഹോസ്പിറ്റലാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഹോസ്പിറ്റലിനോട് ആന ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇതെന്തിനാണ് ആന ഇങ്ങനെ ഈ ഹോസ്പിറ്റലിനോട് ചെയ്തതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുകയാണ് ഇത് കണ്ടിട്ട്. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുമായിരിക്കും മിക്കവാറും. ഇതിന് തൊട്ടടുത്തു നിന്നൊക്കെ കയറി വരുമോ എന്നുള്ളൊരു പേടി പോലും ഉണ്ട്. എന്തിനായിരിക്കുമല്ലേ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറയുന്നുണ്ട് ഇവിടെ നിറയെ ആനയാണെന്ന്. പക്ഷെ നമുക്ക് ഇതുവരെയ്ക്കും ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ, ഇത്രയും ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് നിൽക്കുമ്പോൾ കാണാത്തതാണ് നല്ലത്. എപ്പോഴാണ് എവിടെ നിന്നാണ് ഇവൻ കയറി വരുന്നതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. എന്താല്ലേ ഇത് കയറുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാവേണേ. ആനയ്ക്കൊക്കെ എന്തോ പൂർവ്വ വൈരാഗ്യം ഉള്ളതുപോലെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. നോക്കി, മൊത്തം കുത്തി പൊളിച്ച്. ഒരു കെട്ടിടത്തിനകത്ത് ഇത്രയും ആനപ്പിണ്ടവും ഇത്രയും ആന കയറിയിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120
ഇനി ഒരു റൂം പോലും ഇല്ല എന്നുള്ളതാണ് കുത്തിപ്പൊളിക്കാനായിട്ട്. എല്ലാ റൂമും തച്ച് തകർത്തേക്കാണ് ആന. നോക്കിയേ, അത് എല്ലാ റൂമിനകത്തും കയറി പിണ്ടം ഇട്ടും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓരോ റൂമിനകത്തും കയറി അലക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ജനൽ പോലും ബാക്കി വെച്ചിട്ടില്ല, ഒരു വാതിൽ പോലും ബാക്കി വെച്ചിട്ടില്ല. അതൊക്കെ അവിടെയൊക്കെ കൊമ്പ് വെച്ച് കുത്തി ഇളക്കി മറിച്ചിട്ട്. യെസ്, അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ. ഇത്തരം വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ മിക്കവാറും പ്രതീക്ഷിക്കാറുണ്ട് കേട്ടോ, കാര്യം വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് എൻ്റെ ഒരു സംതൃപ്തിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു ബംഗ്ലാവ്, അതായത് നാട് മൊത്തം ചുട്ടുപൊള്ളുമ്പോൾ ഇവിടെ ഇങ്ങനെ തണുത്തിരിക്കാനായിട്ടൊരു ബംഗ്ലാവ് ഉണ്ട്. അതിൻ്റെ ഒരു ടെക്നോളജി അതൊക്കെ നമ്മുടെ നാട്ടുകാരിലേക്ക് എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അത് ഒരു സംതൃപ്തിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പറ്റുമെന്നുള്ളവരൊക്കെ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. യെസ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കനും ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. ദെൻ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ വാരി വിതറിയേക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു കിഡ് ടു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.